ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വെറും വ്യാജമാണ്, സത്യമല്ല. മാത്രമല്ല ഒരു പടി കൂടെ കടന്നവർ പറഞ്ഞു, അതായത് ഈ പുൽവാമ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നടന്നില്ലെന്നും അതിർത്തിയിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുറച്ച് ബോംബിട്ടു, ആ ബോംബിട്ടപ്പോൾ കുറച്ച് മുള്ളം പന്നിയും 5-6 കാറ്റാടി മരങ്ങളും മറിഞ്ഞു വീണെന്നാണ് അന്നത്തെ ഈ CPM-ൻ്റെ നേതാക്കൾ കേരളത്തിലെ ചാനലുകളിൽ. നമസ്കാരം. പാകിസ്ഥാൻ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. അതാണ് ഇന്നത് മെയിൻ വാർത്ത. കഴിഞ്ഞ 2 ദിവസമായിട്ട് മെയിൻ വാർത്തയായിട്ട് പോകുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇത്രയും വലിയൊരു തിരിച്ചടി നമ്മുടെ രാജ്യം നൽകിയിട്ടും അതിൽ സന്തോഷിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ തിരിച്ചടി നൽകിയ സമയത്ത് മാത്രമല്ല, ഇങ്ങനൊരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിൽ ആ ഭീകരാക്രമണത്തിന് സപ്പോർട്ട്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ അതുമാത്രമല്ല നിരപരാധികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു പ്രതിപക്ഷത്തെ അല്ലായിരുന്നു നമ്മൾ കണ്ടത്. സാധാരണ ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ രാജ്യത്തൊപ്പം നിൽക്കുകയാണ് എല്ലാ രാജ്യത്തെയും പ്രതിപക്ഷം. ഒരുപടി കൂടി ഭരണകക്ഷിയെക്കാട്ടിലും മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രതിപക്ഷമാണ്. കാര്യം പ്രതിപക്ഷത്തിന് ഒരു കരുത്ത് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് രാഷ്ട്രീയപരമായിട്ട്. പക്ഷേ ഇതിനകത്ത് ഈ ചോദ്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം വലിയ വെട്ടിൽപ്പെട്ടിരിക്കുകയാണ്. കാര്യം ഈ നമ്മുടെ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു മുന്നണിയാണ് ഇപ്പോൾ കാശ്മീരിൽ ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഏറ്റവും കൂടുതൽ മറുപടി നടത്തിയതും വിദേശത്ത് പോയി വരെ രാഹുൽ ഗാന്ധി UK വരെ പോയി പ്രസംഗം നടത്തി. അപ്പോൾ അത്രത്തോളം ശക്തമായിട്ട് ആവശ്യപ്പെട്ട് അവിടെ ഒരു ഭരണം കൊണ്ടുവന്നപ്പോൾ ആ സർക്കാരിന് ഒരിക്കലും അവിടുത്തെ ഈ ഭീകരവാദത്തെ തടയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല. അത് ഈ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കനത്ത അടിയായിപ്പോയി. അത് അവരുടെ ഭരണമുള്ള സമയത്താണ് ഈ സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ആരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിന്നിരുന്ന, ഇപ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ വിഘടനവാദികളുടെ പിന്തുണയില്ലാതെ അവിടെ ഒരു പാർട്ടിക്കും ഭരിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ പിണക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന് തയ്യാറല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാം. അവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും എല്ലാം ഉമർ അബ്ദുള്ളയുടെ പാർട്ടിയൊക്കെ നമുക്കറിയാം. അവർ എങ്ങനെയാണ് അവരുടെ റൂട്ടെന്നൊക്കെ ഉള്ളത് നമുക്കെല്ലാം അറിയാം. അവർ സമ്പൂർണ്ണമായിട്ട് ഏതൊരു അവസരം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാശ്മീരിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് അവസരം കാത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഉമർ അബ്ദുള്ള പാർട്ടി. അപ്പം ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പോൾ ഒരു വല്ലാത്ത വെട്ടിലായ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ല. അവർ കാലഹരണപ്പെട്ട ഒരു പാർട്ടിയാണ്. പിന്നെ ഈ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല എന്നുള്ള അവസ്ഥയിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയും, രാവിലെ ഒന്ന് പറയും, ഉച്ചക്കെന്ന് പറയും, രാത്രി ഒന്ന് പറയും. ഉച്ചക്കർക്കാണോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. അത്തരത്തിലാണ് അവരുടെ തീരുമാനങ്ങളും ഈ പ്രതികരണങ്ങളും ഒക്കെ. പിന്നെ ഇതിൽ നമ്മൾ ഈ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വായടഞ്ഞു പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുൽവാമ ആക്രമണം നമുക്കാർക്കും മറക്കാൻ കഴിയില്ല, അറിയാമല്ലോ. ഇപ്പോൾ പുൽവാമ ആക്രമണം നടന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് BJP സർക്കാർ തന്നെ തീവ്രവാദികളെ കൂലിക്ക് ആളിനെ ഇറക്കി വിട്ടി പട്ടാളക്കാരെ കൊല്ലിച്ചാണെന്നുള്ള ഒരു ആക്ഷേപം, വലിയ ആരോപണമുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമങ്ങൾ. നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ പട്ടാളക്കാരുടെ ആത്മവിശ്വാസം തകരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഈ പുൽവാമ ആക്രമണ സമയത്തൊക്കെ നടത്തിയത്. അത് എങ്ങനെയെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ കരുതേച്ച് കാണിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അവിടെ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളെ രാജ്യത്തെ പട്ടാളക്കാരെ പോലും ബലി കൊടുക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനോടൊപ്പം അന്ന് CPM ചേർന്നിരുന്നു. അന്ന് കേരളത്തിലെ CPM നേതാക്കളെല്ലാം ചാനൽ ചർച്ചകളിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പുൽവാമ അക്രമത്തിന് ബദലായിട്ടാണ് അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഈ സർജിക്കൽ സ്ട്രൈക്ക് പോലും വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമ്മുടെ കേരളത്തിലെ CPM പോലെയുള്ള പാർട്ടികൾക്കില്ലായിരുന്നു. അന്ന് അവർ ചാനൽ ചർച്ചകളിലെല്ലാം വന്നിരുന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും നടന്നിട്ടില്ല, ഇത് മോദി ചുമ്മാ വെറുതെ ബെടായി അടിക്കുന്നതാണ്, ഉണ്ടാക്കി വിടുന്ന ചില, അതായത് മീഡിയ സപ്പോർട്ടോടുകൂടി അദ്ദേഹം ഉണ്ടാക്കി വെച്ച, അതായത് അനിമേഷനാണെന്ന് പോലും പറഞ്ഞ് ആ തരത്തിൽ വരെ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞ വിദഗ്ധന്മാരുണ്ട്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വെറും വ്യാജമാണ്, സത്യമല്ല. മാത്രമല്ല ഒരു പടി കൂടെ കടന്നവർ പറഞ്ഞു, അതായത് ഈ പുൽവാമ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നടന്നില്ലെന്നും അതിർത്തിയിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുറച്ച് ബോംബിട്ടു, ആ ബോംബിട്ടപ്പോൾ കുറച്ച് മുള്ളം പന്നിയും 5-6 കാറ്റാടി മരങ്ങളും മറിഞ്ഞു വീണെന്നാണ് അന്നത്തെ ഈ CPM-ൻ്റെ നേതാക്കൾ കേരളത്തിലെ ചാനലുകളിൽ. അത് നമ്മളെ ആർക്കൈവ്സുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ എന്തോന്ന്
ഈ മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ താലി ഏറ്റുപോകണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ പ്രതിപക്ഷത്ത്. അത് കേന്ദ്രത്തിലെ പ്രതിപക്ഷമായിരുന്നാലും കേരളത്തിലെ ഭരണപക്ഷമായിരുന്നാലും അവരുടെ മനസ്ഥിതി അതുകൊണ്ടാണ്. അപ്പോൾ അവരൊരിക്കലും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വിജയത്തെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പം സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ഇവിടെ പ്രകടനം നടത്തിയ പാർട്ടിക്കാരാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരന് വീരമൃത്യു സംഭവിച്ചാൽ ഇവിടെ ഒരു CPM-കാരനും പ്രകടനം നടത്തില്ല, ഒരു കോൺഗ്രസ്സുകാരനും പ്രകടനം നടത്തില്ല. പക്ഷേ സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റിയപ്പോഴത്തേക്ക് ഇവിടെ ഹർത്താൽ നടത്തിയ ഹമാസ് പോരാളികൾക്ക് വേണ്ടി എത്രമാത്രം അയ്യോ, കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം, പിന്നെ അവിടുത്തെ കോഴിക്കോട് കടപ്പുറം, അവിടെയെല്ലാം എത്ര സമ്മേളനങ്ങളല്ല അവർ നടത്തിയത്. അപ്പോൾ നമ്മുടെ കാശ്മീരിൽ മരിച്ചു വീണ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു CPM-കാരനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനോ പ്രകടനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല നമ്മളൊരു ഇതിൻ്റെ കുറച്ചും കൂടെ നമ്മൾ അങ്ങോട്ട് കടക്കുമ്പോൾ മോദി എത്ര ശരിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ബോധ്യപ്പെടും. കാര്യം റഫേൽ യുദ്ധവിമാനം വാങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെൻറ്റ് ദിവസങ്ങളോളം സ്തംഭിച്ചു, മാസങ്ങളോളം സ്തംഭിപ്പിച്ചു. ഈ റഫേൽ യുദ്ധവിമാനം വാങ്ങിയതിൽ മോദി വലിയ രീതിയിലുള്ള കൈക്കൂലി വാങ്ങിച്ചു, അഴിമതി നടത്തി, മോദി പണം ഉണ്ടാക്കാൻ അംബാനിമാരെ വളർത്താൻ വേണ്ടിയിട്ടാണ് മോദി ഇതൊക്കെ ചെയ്തു എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷത്തിന്റെ വായടഞ്ഞിരിക്കുകയാണ്. റഫാൽ യുദ്ധവിമാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പാകിസ്ഥാനെ സ്പോട്ടിൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയത്. മനസ്സിലായില്ലേ? വേറെ ഒരു രാജ്യത്തിനും കഴിയില്ല ഇത്ര ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരു നമ്മളെ പ്രതിയോഗികളെ അടിച്ചമർത്താൻ വേറെ ഒരു രാജ്യത്തിനും പറ്റില്ല. തീർച്ചയായും സാധിക്കത്തില്ല. വളരെ കൃത്യമായിട്ട് തീവ്രവാദികളുടെ ക്യാമ്പ് മാത്രമാണ് നമ്മുടെ വ്യോമസേന ആക്രമിച്ചത്. അതും കൃത്യമായിട്ട് 21 കേന്ദ്രങ്ങളുണ്ടെന്നും എണ്ണം പറഞ്ഞാണ് പാകിസ്ഥാൻ പോലും സത്യത്തിൽ നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും ഈ കണക്ക് കാണില്ലേ, എത്ര കേന്ദ്രങ്ങളുണ്ടെന്ന് അവർക്കറിയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ട് ആ പോയിന്റ് നോക്കി അവൻ്റെ ഉച്ചിയിൽ തന്നെ നമുക്ക് ബോംബിടാൻ കഴിഞ്ഞു. അത് ഈ റഫേൽ യുദ്ധവിമാനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതായത് ഏകദേശം നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന നമ്മളോട് എതിർക്കാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യ 2014 ശേഷം, അതായത് AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ ഈ വ്യോമസേന പരിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുത്തു. കാര്യം നമുക്ക് കാലഹരണപ്പെട്ട പ്ലെയിനുകളാണ് നമ്മുടെ കയ്യിലിരുന്നത്, എല്ലാം ഡക്കോട്ടയാണ്. ഇതിനകത്ത് ഇന്ധനം നിറച്ച ആകാശത്ത് റൗണ്ട് അടിക്കുക എന്നുള്ള എല്ലാ ഇതിൽ നിന്ന് ബോംബ് താഴോട്ടിടാനോ അല്ലെങ്കിൽ അത് മുകളിലോട്ട് ഇല്ല, ചുമ്മാ ആകാശം ചുറ്റി അടിക്കാം ഇടയ്ക്ക് ചില. പക്ഷേ ഇതിനകത്ത് ആയുധങ്ങളൊന്നുമില്ല, ആയുധങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. കുറേ വിമാനങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിനൊന്നും ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള യാതൊരുവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ഒരു കമ്മീഷൻ ആവശ്യപ്പെടുകയും വ്യോമസേന പരിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് നിരവധി തവണ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണിക്ക് വ്യോമസേന പരാതികൾ കൊടുക്കുകയും നമ്മുടെ ആയുധങ്ങൾ ഇല്ല, നമ്മളെല്ലാം കാലഹരണപ്പെട്ട ആയുധങ്ങളാണ്, വിമാനങ്ങളെല്ലാം കാലഹരണപ്പെട്ടാണ്. പക്ഷേ അദ്ദേഹം ഒന്നും അംഗീകരിക്കാൻ, അതായത് AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ ഒരു പർച്ചേസ് നടത്താൻ അനുവദിച്ചില്ല. അതെന്തുകൊണ്ട്? അത് നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ആയുധ സംഭരണത്തിൽ കുറവ് വരികയും നമ്മൾ ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വീക്കാവുമ്പോഴാണ് നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ആയുധത്തിൻ്റെ ശേഷിയെക്കുറിച്ച് പാകിസ്ഥാന് നല്ല ധാരണ ഉണ്ടായിരുന്നു, ചൈനയ്ക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അത് മോദി വന്നപ്പോൾ മോദി അത് പൊളിച്ചടുക്കി. മോദി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യണം, മോദി കൃത്യമായിട്ട് സൈനിക ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചു. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനയെ നമുക്ക് ആക്രമിക്കാൻ വേണ്ടി, അതായത് ചൈനീസ് അരുണാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ചൈനയുടെ കടന്നുകയറ്റം തടയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ടാങ്കുകൾ ഉപയോഗിക്കാം. വലിയ ടാങ്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാര്യം മലയിടുക്കുകളാണ്. അപ്പം മലയിടുക്കുകളിൽ കൂടെ സഞ്ചരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പണ്ടത്തെ ജാമ്പവാൻ്റെ കാലത്തുള്ള വലിയ കൂറ്റൻ ടാങ്കുകളാണ്. ഈ ടാങ്ക് മലയുടെ മുകളിൽ കയറില്ല. അപ്പോൾ അതിന് തയ്യാറാക്കി മോദി വന്ന സമയത്ത് റഷ്യയിൽ നിന്ന് ചെറുകിട ടാങ്കുകൾ, അതായത് ഏത് മലയിടുക്കുകളിലൂടെയും കയറി അനായാസം മുകളിലെത്താൻ കപ്പാസിറ്റിയുള്ള ചെറുകിട പാറ്റൺ ടാങ്കുകൾ ഇന്ത്യ വാങ്ങിച്ചുവിട്ടി. 400-ലധികം ടാങ്കുകൾ ഈ അരുണാചൽ പ്രദേശിൽ മാത്രം നമ്മൾ ഡിപ്ലോയ് ചെയ്തു, അതായത് ചൈനീസ് ബോർഡറിൽ. അതുകൊണ്ടാണ് ചൈന നമ്മുടെ ആയുധശക്തി കണ്ടിട്ടാണ് നമുക്ക് ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ ചൈനയെ കീഴ്പ്പെടുത്താൻ സാധിച്ചത്. യുദ്ധം ചെയ്തല്ല, നമ്മുടെ ആയുധശേഷി കണ്ടിട്ടാണ് ചൈന ഭയന്ന് നമ്മുടെ അടുത്ത് പിന്മാറിയത്. ഇതേ അവസ്ഥയാണ് നമുക്ക് പാകിസ്ഥാനോട്. പാകിസ്ഥാൻ നേരത്തെ അറിയായിരുന്നു ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഡക്കോട്ട വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ മോദിജി വന്നതിന് ശേഷം
ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കോടിയുടെ ഇപ്പം റഫേൽ യുദ്ധവിമാനം വാങ്ങിച്ചത് 58,000 കോടി രൂപയുടെ പർച്ചേസാണ്. 36 വിമാനങ്ങളാണ് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇനിയും വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് തന്നെ നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ എയർ സ്പേസിൽ കടക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ എയർ സ്പേസിൽ നിന്നുകൊണ്ട് അവൻ്റെ ക്യാമ്പിലേക്ക് നമുക്ക് ബോംബുകൾ പായിക്കാൻ, എവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം അവിടെ ബോംബുകൾ പായിക്കാനുള്ള ആധുനിക സാങ്കേതിക വിദ്യയുള്ള സെൻസർ സംവിധാനങ്ങളുള്ള യുദ്ധവിമാനങ്ങളാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ. നിരവധി ആയുധങ്ങൾ അതിനകത്ത് ശേഖരിക്കാൻ കഴിയും. ഇസ്രായേൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, അതെ, അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ റഫേൽ യുദ്ധവിമാനത്തിലുണ്ട്. അപ്പോൾ നേരത്തെ ഈ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 670 കോടി രൂപയ്ക്കാണ് ഒരു വിമാനം വാങ്ങാനായിട്ട് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ ആ വിമാനം എന്ന് പറഞ്ഞാൽ വെറും വിമാനം മാത്രമാണ്, അതിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധവിമാനം കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് എന്താണ് പ്രയോജനം? അപ്പോൾ മോദി ഫ്രാൻസിൽ ചെന്നപ്പോൾ മോദി പറഞ്ഞു, നമുക്ക് അങ്ങനെയുള്ള സാധനമൊന്നും വേണ്ട, നമുക്ക് കിട്ടുന്ന സാധനം നമുക്ക് ഉപകാരപ്രദമായിരിക്കും, ഈ സാങ്കേതിക വിദ്യ വേറെ ലോകരാജ്യത്ത് കൊടുക്കാനും പാടില്ല. അങ്ങനെയാണ് 1200 കോടി രൂപ ഒരു വിമാനത്തിന്, 1200 കോടി, എനിക്ക് എൻ്റെ എക്സാക്റ്റ് കണക്കറിഞ്ഞില്ല, എന്തായിരുന്നാലും 1200 കോടിക്ക് മുകളിലാണ് ഒരു യുദ്ധവിമാനത്തിൻ്റെ ചിലവ് വരുന്നത്. അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ നമ്മൾ കൊണ്ടുവരികയും അതിനകത്തുള്ള ആയുധ സംഭരണത്തിനുള്ള സംവിധാനങ്ങളും അത് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയെല്ലാം നമ്മൾ ഇന്ത്യ സ്വായത്തമാക്കി. എന്തായിരുന്നാലും ശരി തന്നെ, നമ്മൾ ഈ പാകിസ്ഥാൻ ഇനി എത്രയൊക്കെ നമ്മളോട് ഏറ്റുമുട്ടി കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ കാര്യം വളരെ ദയനീയമായിരിക്കും. മറ്റ് നമ്മൾ ഇത്രയും നാൾ കണ്ട ഇന്ത്യയെ അല്ല ഇനി കാണാൻ പോകുന്നത്. ലോകരാഷ്ട്രങ്ങളിടയിൽ തന്നെ അത് ഇന്ത്യയുടെ സൈനിക ശക്തി അറിയാവുന്നുള്ളത് കൊണ്ടാണ് മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ, രാഷ്ട്രത്തലവന്മാരെല്ലാം തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ടത്. അത് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ല, ഇന്ത്യയുടെ സൈനിക ശക്തി അവർക്കറിയാം, അവർക്കറിയാം. അപ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി അറിയാം, പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അറിയാം. അതുകൊണ്ടാണ് മറ്റ് രാഷ്ട്ര തലവന്മാരെല്ലാം തന്നെ ഉടനെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ട് യുദ്ധം വേണ്ട എന്ന് അത് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. എന്തായിരുന്നാലും ശരി തന്നെ, ഈ പ്രതിപക്ഷം ഒരു വല്ലാത്ത വെട്ടിൽപ്പെട്ടിരിക്കുകയാണ്. കാര്യം ഒന്ന്, റഫേൽ യുദ്ധവിമാനം വാങ്ങിയതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചതിൽ ഇപ്പം മറുപടി പറയാൻ പറ്റാതിരിക്കുകയാണ് അവർക്ക്. ഇപ്പം നമുക്ക് ഉപകാരപ്പെട്ട റഫേൽ യുദ്ധവിമാനമാണ്. 2, പുൽവാമ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ ഇന്ത്യ തിരിച്ചടിച്ചു. അന്ന് ഇവർ പറഞ്ഞത് കുറച്ച് മുള്ളംപന്നിയും കുറച്ച് കാറ്റാടിക്കമ്പും മാത്രം പറഞ്ഞു. അത് സത്യമല്ല. അതെ, അത് ഇന്നിപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദി ലൈവായിട്ടാണ് ഈ അറ്റാക്ക് കണ്ടു എന്നാണ് നമ്മൾ പറയുന്നത്. പുറത്തു വരുന്ന വാർത്തകളെല്ലാം അങ്ങനെയാണ്. നമുക്കറിയാം, ബിൻ ലാദനെ വകവരുത്തിയ സമയത്ത് ഒബാമ ഫ്ലൈറ്റിൽ, അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് നമ്പർ 1 ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലൈറ്റിനകത്ത് മോണിറ്ററിൽ അറ്റാക്ക്, ഓരോ ആക്രമണം നടത്തുന്നതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കാട്ടിലും അല്പം കൂടി അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് തന്നെ ഓരോ ഭീകര ക്യാമ്പ് തകർക്കുമ്പോഴും അദ്ദേഹം അത് നേരിട്ട് കാണുകയായിരുന്നു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മീഡിയകളെല്ലാം പുറത്തുവിടുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങളെല്ലാം നമുക്ക് അഭിമാനകരമാണ്. മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂട്ടക്കരച്ചിലിനുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.